ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പാവയ്ക്ക ഫ്രൈയുടെ റെസിപ്പിയാണേ. അതും കൈപ്പൊട്ടുമില്ലാത്തത്. ഇങ്ങനെ തയ്യാറാക്കുവാണെങ്കിൽ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ളൊരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. തീരെ കനം കുറഞ്ഞ് പോകാതെ ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അധികം വിളയാത്ത പാവയ്ക്കാണെങ്കിൽ അതിനുള്ളിലെ സീഡൊന്നും എടുത്ത് മാറ്റേണ്ട കാര്യമില്ല. ഞാനിവിടെ നന്നായി വിളഞ്ഞ് പഴുക്കാറായൊരു പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സീഡ്സ് എല്ലാം കട്ടിയായതുകൊണ്ട് ഞാനതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത ശേഷം ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ മൈദ, ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കോൺഫ്ലോർ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 സ്പൂൺ, 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സും. കോൺഫ്ലോറും ചില്ലി ഫ്ലേക്സൊന്നും നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് ഒരു സ്പൂൺ വെച്ച് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് പൊടികളെല്ലാം ഒന്ന് കലക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഒരു ചെറിയ നാരങ്ങയുടെ അരമുറി എടുത്ത് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. നാരങ്ങ ഇല്ലെങ്കിൽ 1/2 സ്പൂൺ വിനാഗിരി ചേർത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈകൊണ്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പാവയ്ക്കയിലേക്ക് കുറച്ച് തിക്കായിട്ട് മസാല ചേർക്കുന്നതാണ് ഇഷ്ടം. മസാലയിൽ വെള്ളം കുറച്ചൊരു കുഴമ്പ് രൂപത്തിൽ കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ പാവയ്ക്ക മസാലയിൽ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി മസാല തട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. ഒരു 3 മിനിറ്റിന് ശേഷം ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ക്രിസ്പി ആയിട്ടുള്ള കൈപ്പൊട്ടുമില്ലാത്ത പാവയ്ക്ക ഫ്രൈ റെഡി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.